വെൽക്കം ബാക്ക് ടു Onevestor. എൻ്റെ പ്രീവിയസ് എപ്പിസോഡിൽ സെക്ടർ റൊട്ടേഷനെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അതായത് ഒരു ബുൾ മാർക്കറ്റിൻ്റെ ലീഡേഴ്സ് എങ്ങനെയാണ് അടുത്ത ബുൾ മാർക്കറ്റിൽ ലൂസേഴ്സ് ആവുന്നതെന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 92 മുതൽ ഇന്ന് വരെയുള്ള ബുൾ മാർക്കറ്റുകളുടെയും അതുപോലെ ബെയർ മാർക്കറ്റുകളുടെയും ഒരു ഹിസ്റ്ററിയാണ് പറയാൻ പോകുന്നത്. സോ ആ ബുൾ മാർക്കറ്റുകളിലൊക്കെ ലീഡിംഗ് സ്റ്റോക്സോ അല്ലെങ്കിൽ ലീഡിംഗ് സെക്ടേഴ്സോ ഏതാണെന്നുള്ളതും ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. 2008 ഫൈനാൻഷ്യൽ ക്രൈസിസിന് ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ട ഓൾമോസ്റ്റ് എല്ലാ റാലിയും ലിക്വിഡിറ്റി ഡ്രിവൺ ആയിരുന്നു, അല്ലാതെ ഗ്രോത്ത് ഡ്രിവൺ ആയിരുന്നില്ല. എനിക്ക് 2000 മുമ്പുള്ള ബുൾ മാർക്കറ്റുകളെ പറ്റിയും അതുപോലെ ബെയർ മാർക്കറ്റുകളെ പറ്റിയും അധികം ഡീറ്റെയിൽസ് ഇല്ല. കാരണം ഞാൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നത് 2001 ആ സമയം എന്ന് പറയുന്നത് .com ക്രാഷിന് ശേഷമായിരുന്നു. സോ ഞാൻ എൻ്റർ ചെയ്ത സമയത്ത് ഒരു ബെയർ ഫേസ് ആയിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ പ്രീവിയസ് ബുൾ മാർക്കറ്റുകളും അതിലെ ലീഡേഴ്സും ലൂസേഴ്സും ആണ്. അതിൽ ആദ്യത്തെ ബുൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ 92 ബുൾ മാർക്കറ്റാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ട ഏറ്റവും വലിയൊരു ബുൾ മാർക്കറ്റാണ് 92 സംഭവിച്ചത്. അന്ന് 2 വർഷം കൊണ്ട് സെൻസെക്സ് 1000 നിന്ന് 4500 ലെവലിലോട്ടാണ് പോയത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഹർഷത് മേഹ്ത്ത സ്കാം ആയിരുന്നു. അന്ന് അയാൾ 1000 crore rupees ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തത്. സോ സ്റ്റോക്ക് മാർക്കറ്റിൽ അതൊരു ബൂം ക്രിയേറ്റ് ചെയ്തു. അന്നത്തെ ലീഡിംഗ് കമ്പനീസ് എന്ന് പറയുന്നത് സിമെൻറ്റ് സ്റ്റോക്സും മെറ്റൽ സ്റ്റോക്സ് ഒക്കെ ആയിരുന്നു. 92 ബുൾ മാർക്കറ്റിന് ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബെയർ ഫേസിൽ തന്നെയായിരുന്നു അടുത്ത ഒരു 6 വർഷത്തോളം. പിന്നെ അതിനുശേഷം അടുത്ത ബുൾ മാർക്കറ്റ് സംഭവിക്കുന്നത് 98 98 സെൻസെക്സ് 2741 ലെവലിൽ നിന്ന് 6150 ലെവൽസിലോട്ടാണ് പോയത് 2 വർഷം കൊണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ടെക്നോളജി ബൂം ആയിരുന്നു. സോ അന്നത്തെ ലീഡിംഗ് സെക്ടേഴ്സ് എന്ന് പറയുന്നത് IT മീഡിയ ഒക്കെ ആയിരുന്നു. IT ഇൻഡെക്സ് ആണെങ്കിൽ 2 വർഷം കൊണ്ട് 10 ഇരട്ടി റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തത്. ടെക്നോളജി സ്റ്റോക്സ് പോലെ തന്നെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു സെക്ടറായിരുന്നു മീഡിയ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അന്നത്തെ ലീഡിംഗ് സ്റ്റോക്സ് ആയിരുന്നു പെൻറ്റാമീഡിയ ഗ്രാഫിക്സും അതുപോലെ സി എൻ്റർടൈൻമെൻ്റ് ഒക്കെ. പെൻറ്റാമീഡിയ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് .com ബബിളിൻ്റെ പീക്കിൽ 2000 രൂപയായിരുന്നു വില, ഇന്നിപ്പം 25 പൈസയേ ഉള്ളൂ. അതുപോലെ സി എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് .com ബബിളിൻ്റെ പീക്കിൽ 800 rupees അറൗണ്ട് വില ഉണ്ടായിരുന്നതാണ്, ഇന്നിപ്പം 140 രൂപയേ ഉള്ളൂ. അതായത് ഈ 2 സ്റ്റോക്സും വാല്യൂ ട്രാപ്പ് ആയിരുന്നു എന്ന് വേണം കൺസിഡർ ചെയ്യാനായിട്ട്. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് സൊണാട്ട സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് 2000 300 rupees ആയിരുന്നു. പക്ഷേ ആ സ്റ്റോക്ക് അതിനുശേഷം പിന്നെ ക്രാഷ് ചെയ്തിട്ട് പിന്നെ 300 ലെവൽസിലോട്ട് വരുന്നത് 2018 മാത്രമാണ്. 300 ലെവൽസ് ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്റ്റോക്ക് ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ അത് ക്രാഷ് ചെയ്തിട്ട് ഇപ്പം 160 ലെവൽസിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ് വിപ്രോ എന്ന് പറയുന്നത്. വിപ്രോയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 2 lakh crores ആയിരുന്നു 2000 .com ബബിളിൻ്റെ പീക്കിൽ. പക്ഷേ ഇന്നിപ്പം വിപ്രോയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് അറൗണ്ട് 1 lakh crores ആണ്. അതായത് വിപ്രോ എന്ന് പറയുന്നത് 20 വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഓൾ ടൈം ഹൈയുടെ 50% താഴെയാണ്. പക്ഷേ വിപ്രോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അതൊരു ഹൈ ക്വാളിറ്റി സ്റ്റോക്കുമാണ്, ഒരു റെപ്യൂട്ടഡ് കമ്പനിയുമാണ്. പക്ഷേ അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് 20 വർഷം കഴിഞ്ഞിട്ടും -50% റിട്ടേൺസ് ആണ്. 2000 .com ബബിളിന് ശേഷം മാർക്കറ്റ് ഒരു ബെയർ ഫേസിലായിരുന്നു. ആ ബെയർ ഫേസിൻ്റെ ഒരു ബോട്ടം ഫോം ചെയ്യുന്നത് 2001 2000 .com ബബിളിന് ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അടുത്ത ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2003 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ട ഏറ്റവും വലിയ ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത് 2003 സ്റ്റാർട്ട് ചെയ്തിട്ട് 2008 അവസാനിച്ച ആ ബുൾ മാർക്കറ്റായിരുന്നു. ആ ബുൾ മാർക്കറ്റ് തന്നെയാണ് ഞാൻ പേഴ്സണലി കാണുന്ന ആദ്യത്തെ ബുൾ മാർക്കറ്റും. കാരണം ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിയുന്നതും എൻട്രി ചെയ്യുന്നതും 2000 .com ബബിളിന് ശേഷമാണ്. സോ ഞാൻ എൻട്രി ചെയ്തത് ഒരു ബെയർ ഫേസിലായിരുന്നു. 2003 മുതൽ 2008 വരെ നീണ്ടു നിന്ന ആ ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ട ഏറ്റവും വലിയ ബുൾ മാർക്കറ്റ് ആണെന്ന് മാത്രമല്ല, അതുതന്നെയായിരുന്നു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കണ്ട ഏറ്റവും റിയൽ ആയിട്ടുള്ള ഒരു ബുൾ മാർക്കറ്റും. കാരണം ആ ബുൾ മാർക്കറ്റിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതൊരു സ്കാമോ ഫ്രോഡോ ആയിരുന്നില്ല, എക്കോണമിയിലുള്ള ഗ്രോത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ബുൾ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആ ഏർണിങ്സ് ഗ്രോത്ത് തന്നെയായിരുന്നു. അതുപോലെ ആ ബുൾ മാർക്കറ്റിൽ 30% കറക്ഷൻസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. 2004 ഒരു 30% കറക്ഷൻ, അതുപോലെ 2006 അഗെയിൻ ഒരു 30% കറക്ഷൻ. 2008 ബുൾ റണ്ണിൽ 2000 ബുൾ മാർക്കറ്റ് ലീഡേഴ്സായ IT സ്റ്റോക്സും മീഡിയ സ്റ്റോക്സ് ഒഴിച്ച് ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്സും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ലീഡിംഗ് സെക്ടർ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 2008 ബുൾ റണ്ണിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു L&T എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2008 ബുൾ റണ്ണിൽ ഒരു സെക്ടർ മാത്രമായിരുന്നില്ല ലീഡേഴ്സ്, അതിൽ മൾട്ടിപ്പിൾ സെക്ടേഴ്സ് ആയിരുന്നു ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻഫ്രാസ്ട്രക്ചറും റിയൽ എസ്റ്റേറ്റും പവറും ഓയിൽ ആൻഡ് ഗ്യാസും PSU കമ്പനീസും ടെലികോമും ഇതെല്ലാം നന്നായിട്ട് കയറിയ ഒരു സമയമായിരുന്നു 2008 ബുൾ റണ്ണിൽ. 2008 ഫൈനാൻഷ്യൽ ക്രൈസിസിന് ശേഷം ഈ സെക്ടേഴ്സ് എല്ലാം പിന്നെ നെഗറ്റീവ് റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തിട്ടുള്ളത്. കാരണം സെക്ടേഴ്സായ പവർ, PSU കമ്പനീസ്, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ്, റിയൽ എസ്റ്റേറ്റ്, ടെലികോം, മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ് ഇതെല്ലാം ഇപ്പോഴും നെഗറ്റീവ് റിട്ടേൺസ് ആണ് ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2008 ശേഷം.
2008 ഫൈനാൻഷ്യൽ ക്രൈസിസിന് ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബെയർ ഫേസിലായിരുന്നു. പിന്നെ അടുത്ത ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2009 അത് 2010 അവസാനിച്ചത്. അന്ന് സെൻസെക്സ് 7697 ലെവലിൽ നിന്ന് 21,000 പോയത്. ആ ബുൾ മാർക്കറ്റിന്റെ ലീഡിംഗ് സ്റ്റോക്സ് എന്ന് പറയുന്നത് ബാങ്ക്സും PSU കമ്പനീസും മെറ്റൽസും ഓട്ടോ സെക്ടറൊക്കെ ആയിരുന്നു. പക്ഷേ ടെലികോമും ഓയിൽ ആൻഡ് ഗ്യാസും പവറും ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസൊക്കെ അതിന്റെ 2008 ബോട്ടത്തിൽ നിന്ന് റീകവർ ചെയ്തു. പക്ഷേ അത് നല്ല റിട്ടേൺസ് ഡെലിവർ ചെയ്തിട്ടില്ലായിരുന്നു. 2010 ബുൾ മാർക്കറ്റിന് ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എഗെയിൻ ഒരു ബെയർ ഫേസിലോട്ടാണ് മൂവ് ചെയ്തത്. അതും ഓൾമോസ്റ്റ് 2 years നീണ്ടു നിന്നത്. സോ അടുത്ത ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2012 അത് അവസാനിച്ചത് 2015 ആ ബുൾ മാർക്കറ്റിൽ സെൻസെക്സ് 15,000 നിന്ന് 30,000 മൂവ് ചെയ്തത്. അതായത് പുതിയൊരു ഓൾ ടൈം ഹൈ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്. 2010 ബുൾ മാർക്കറ്റിൽ സെൻസെക്സ് അതിന്റെ പ്രീവിയസ് ബുൾ മാർക്കറ്റിന്റെ പീക്കിലോട്ടാണ് തിരിച്ചെത്തിയത്. പക്ഷേ പുതിയൊരു ഹൈ ഫോം ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ 2015 ബുൾ മാർക്കറ്റിൽ സെൻസെക്സ് അതിന്റെ പ്രീവിയസ് ബുൾ മാർക്കറ്റ് ഹൈ ആയ 20,000 മറികടന്ന് 30,000 എത്തിയത്. അതായത് 50% അപ്സൈഡ് ആണ് ഡെലിവർ ചെയ്തത്. 2015 ബുൾ മാർക്കറ്റിന്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് FMCG കമ്പനീസും ഫാർമ കമ്പനീസും IT സ്റ്റോക്സ് ഒക്കെ ആയിരുന്നു. ഈ സെക്ടേഴ്സ് ഒന്നും 2008 അവസാനിച്ച ബുൾ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുമില്ലായിരുന്നു. 2015 ബുൾ മാർക്കറ്റിന് ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എഗെയിൻ ഒരു ബെയർ ഫേസിലോട്ടാണ് മൂവ് ചെയ്തത്. സോ സെൻസെക്സ് 30,000 നിന്ന് 22,000 പോയത്. ആ ബോട്ടം ഫോം ചെയ്യാനായിട്ട് ഏകദേശം 13 മാസമാണ് എടുത്തത്. സോ പിന്നെ അടുത്ത ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2016 അത് ഏകദേശം 4 വർഷമാണ് നീണ്ടു നിന്നത്. സോ സെൻസെക്സ് 22,500 ലെവൽസിൽ നിന്ന് 42,000 പോയത്. അതിനുശേഷം നിങ്ങൾക്കറിയാം 2020 കൊറോണ വൈറസ് കാരണം ഗ്ലോബലി സ്റ്റോക്സ് എല്ലാം ക്രാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ സെൻസെക്സ് 42,000 നിന്ന് അറൌണ്ട് 25,000 ലെവൽസിലോട്ടാണ് ഇപ്പം വന്നത്. 2020 അവസാനിച്ച ഈ ബുൾ മാർക്കറ്റിന്റെ ലീഡിംഗ് സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽസും കൺസംഷനും പിന്നെ ക്വാളിറ്റി സ്റ്റോക്സുമാണ്. ക്വാളിറ്റി സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു സെക്ടറിലെ മാത്രമുള്ള കുറച്ച് സ്റ്റോക്സ് അല്ല, അത് പല സെക്ടേഴ്സിൽ നിന്നുള്ള നല്ല കുറച്ച് കമ്പനീസാണ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് HDFC ബാങ്ക്, കോട്ടാക് ബാങ്ക്, ബജാജ് ഫൈനാൻസ്, പീഡിലൈറ്റ്, ഏഷ്യൻ പെയിൻറ്റ്സ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, കോൾഗേറ്റ്, ബ്രിട്ടാനിയ, ടൈറ്റൺ, അങ്ങനെ കുറച്ച് സ്റ്റോക്സുകൾ. 2008 ഫൈനാൻഷ്യൽ ക്രൈസിസിന് ശേഷമുള്ള ഓൾമോസ്റ്റ് എല്ലാ ബുൾ മാർക്കറ്റിൻ്റെയും ഒരു റീസൺ എന്ന് പറയുന്നത് ഗ്ലോബൽ ലിക്വിഡിറ്റിയാണ്. അതുപോലെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 2016 ഡിമോണിറ്റൈസേഷന് ശേഷം നല്ല രീതിയിൽ റീറ്റെയിൽ മണി കയറിയിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട്സ് വഴി. അതുകൊണ്ട് തന്നെയാണ് 2016 ശേഷം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു 30% കറക്ഷൻ പിന്നെ കാണാഞ്ഞത്. കാരണം എപ്പോഴൊക്കെ മാർക്കറ്റ്സ് അതിൻ്റെ ഓൾ ടൈം ഹൈന്ന് 10-15% കറക്റ്റ് ചെയ്യുന്നോ അപ്പോഴെല്ലാം മ്യൂച്വൽ ഫണ്ട്സ് നല്ല രീതിയിൽ തന്നെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ ഈ ക്വാളിറ്റി സ്റ്റോക്സിനെ മെൻഷൻ ചെയ്യാൻ കാരണം ആ സ്റ്റോക്സ് ഒന്നും ഇനിയും അടുത്ത ബുൾ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല എന്ന് പറയാനല്ല. കാരണം അത് ടോട്ടലി മാർക്കറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, HDFC ബാങ്കിൻ്റെ സ്റ്റോക്ക് 2000 ശേഷമുള്ള എല്ലാ ബുൾ റണ്ണിലും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അതൊക്കെ ലീഡിംഗ് സ്റ്റോക്ക് തന്നെയായിരുന്നു. ഞാൻ ഒരു സെക്ടറോ അല്ലെങ്കിൽ ഒരു സ്റ്റോക്കോ ഒരു ബുൾ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്റ്റോക്ക് അതിൻ്റെ പ്രീവിയസ് ഹൈയിൽ എത്തിയിട്ടില്ല എന്നല്ല, ആ സ്റ്റോക്ക് ഒരു പുതിയ ഹൈ ഫോം ചെയ്തിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് വിപ്രോയുടെ സ്റ്റോക്ക്. കാരണം വിപ്രോയുടെ സ്റ്റോക്ക് ഇപ്പോഴും അതിൻ്റെ 2000 ഹൈയേക്കാളും 50% താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് വിപ്രോയുടെ സ്റ്റോക്ക് 2000 ശേഷം ഒരു പുതിയ ബുൾ മാർക്കറ്റിൽ അത് എൻ്റർ ചെയ്തിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എപ്പിസോഡ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.